എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജനുവരി മാസം വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഞാനിവിടെ പറയുന്നത് ജനുവരി മാസം ഗ്രഹങ്ങൾ വ്യത്യസ്ത രാശിയിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ്. ചാരഫലവും ഓരോ വ്യക്തികളുടെയും ജാതകവശാലുള്ള ദശാകാലവും മോശമാണെങ്കിൽ ആ കാലം ഏറ്റവും കഷ്ടപ്രദമായിരിക്കും. ദശാഫലം നല്ലതും ചാരഫലം മോശവുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പൊതുവായ ഫലമാണ് പറയുന്നത്, അല്ലാതെ ഓരോ വ്യക്തികളുടെയും ഫലമല്ല. ദശാകാലം ഏതാണെന്ന് ഓരോ വ്യക്തികളും പരിശോധിച്ച് മോശം ദശാകാലമാണെങ്കിൽ അതിനു വേണ്ട ദോഷപരിഹാരം ചെയ്യുന്നത് നല്ലതായിരിക്കും. വൃശ്ചികക്കൂറുകാർക്ക് കർമ്മരംഗത്ത് നേട്ടം ഉണ്ടാകുന്നതാണ്. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന തൊഴിൽ സംരംഭങ്ങളൊക്കെ കാര്യക്ഷമതയോടെ പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. മേലധികാരികളുടെയൊക്കെ പ്രീതി സമ്പാദിക്കാൻ കഴിയുന്നതാണ്. അതുമൂലം തൊഴിലൊക്കെ ഉയർച്ച ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തൊഴിൽ സംബന്ധമായി ധാരാളം യാത്രകളും മറ്റും ഉണ്ടാകുന്നതാണ്. പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ ഒക്കെ ലഭിക്കുന്നതാണ്. മേലധികാരികളുടെയൊക്കെ പ്രീതിയൊക്കെ സമ്പാദിക്കുന്നത് മൂലം സ്ഥാനങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വിദേശത്ത് തൊഴിലൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ സഹപ്രവർത്തകരെയൊക്കെ കണ്ണുമടച്ച് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന സമയമല്ല. ബിസിനസ്സുകാർക്ക് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുന്ന മാസമാണ് ജനുവരി മാസം. അതിനാൽ ബിസിനസ്സുകാർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനമൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. അതുപോലെ ക്രയവിക്രയങ്ങളിലൊക്കെ നേട്ടം കാണുന്നുണ്ട്. ധനാഗമനമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. എങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലവുകളും അതുപോലൊക്കെ കൂടുന്നതാണ്. അതുപോലെ ദീർഘവീക്ഷണമില്ലാതെ തുടങ്ങിവെച്ച ചില കാര്യങ്ങളൊക്കെ കൊണ്ട് ധനനഷ്ടത്തിനൊക്കെ ഇടയാകുന്നതാണ്. അതുപോലെ കുടുംബ ചെലവും പതിവിൽ കൂടുതലൊക്കെ വർദ്ധിക്കുന്നതാണ്. പൂർവിക സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈവശം വന്നു ചേരുന്നതാണ്. ധനച്ചിലവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മാസമാണ് ജനുവരി. അത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായ മാസമാണ്. പഠനത്തിലൊക്കെ അനുകൂലമായ മാസമാണ്. മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പഠനത്തിലൊക്കെ ശ്രദ്ധ കൂടുന്നതാണ്. പിന്നീടൊക്കെ ശ്രദ്ധ കുറച്ച് കുറയും. അത് കുറയാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പരീക്ഷകളിലുമൊക്കെ വിജയിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ വിദേശത്ത് പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും നല്ല സമയമാണ്. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കൂടുതൽ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചും പറ്റിയ ഒരു സമയമാണ് ജനുവരി മാസം. നല്ല ആലോചനകളൊക്കെ വന്നു ചേരുന്നതാണ്. അതുപോലെ ഭാര്യ വീട്ടുകാരുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്നതാണ്. അനാവശ്യമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ മുൻകോപം ഒഴിവാക്കണം. മുൻകോപവും പിടിവാശിയും ഒക്കെ മൂലം മറ്റുള്ളവരുടെയൊക്കെ അതൃപ്തി സമ്പാദിക്കുന്നതാണ്. അതുപോലെ വാക്കേറ്റം മൂലം കലഹമുണ്ടാകുന്നതാണ്. വാക്കുകളൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. മനോവിഷമമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എന്ത് ഉണ്ടായാലും പൊതുവെ ആകപ്പാടെ ഒരു സുഖഹാനി ഉണ്ടാകുന്ന സമയം കൂടിയാണ് ജനുവരി മാസം. മാസത്തിൻ്റെ അവസാന ഭാഗമൊക്കെ ആകുമ്പോൾ ദമ്പതികൾ തമ്മിൽ ഉള്ള സംസാരവും പ്രവൃത്തിയും ഒക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ കുടുംബവുമായി വേർപെട്ട് കഴിയേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ജനുവരി മാസം ഉണ്ടാകുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലുതായി ബാധിക്കുന്ന മാസമല്ല ജനുവരി മാസം. കണ്ണിനൊക്കെ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ യാത്രകളൊക്കെ ശ്രദ്ധിക്കണം. ദൈവാധീനത്തിനായി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ ദേവീ ക്ഷേത്ര ദർശനം നടത്തി ദേവിക്ക് ചുവന്ന ചെമ്പരത്തിമാല സമർപ്പിക്കുക. പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുക. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. നല്ല ആൾക്കാരുമായി ഒക്കെ ഇടപെടുക. നിങ്ങൾക്ക് നല്ലൊരു മാസമാകട്ടെ ജനുവരി മാസം. നന്ദി, നമസ്കാരം.